ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലെ എക്സസൈസ് നമ്പർ 8.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇച്ചിരി ലെങ്തി ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ 8.2 ക്വസ്റ്റ്യൻസ് എല്ലാം ലോങ് ആൻസർ ആയിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ 4x square plus 4y square is equal to 9, which is interior to the parabola x square plus x square is equal to 4y. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങളെ വായിച്ച് കൺഫ്യൂഷൻ ആക്കുന്നില്ല. രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒന്ന് ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, സർക്കിളിൻ്റെയാണ്. മറ്റേത് എന്താണ്, പാരബോളയുടെ ഇക്വേഷനാണ്. എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ് സർക്കിളിൻ്റെ. അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ പർട്ടിക്കുലർ ഇക്വേഷൻ നിങ്ങൾ ആ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് എന്ത് കിട്ടും, 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞ ഇക്വേഷനെ എന്ത് ചെയ്യുക, 4നെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9/4. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എന്ത് കിട്ടാം, എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം 9/4 ആണ് നിങ്ങളുടെ എന്ത്, എ സ്ക്വയർ. അപ്പം റേഡിയസ് എ എന്തായിരിക്കും, 3/2 ആയിരിക്കും നിങ്ങളുടെ എന്ത്, റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ്. ഓക്കെ, മറ്റേത് പാരബോളർ ഇക്വേഷൻ, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. സോ ജസ്റ്റ് നമ്മൾ സർക്കിളിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങളത് അതത്രയൊന്ന് എഴുതുക. അപ്പോൾ നമുക്ക് സർക്കിൾ വരയ്ക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സർക്കിൾ വരച്ചു. ഇനി ഇതിനകത്തൊരു പാരബോള പോകുന്നുണ്ടല്ലേ, സോ പാരബോള വരയ്ക്കുക. അപ്പോൾ ഇതാണ് സർക്കിൾ. സർക്കിളിൻ്റെ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, റേഡിയസ് മാർക്ക് ചെയ്യാം. ഇവിടെ റേഡിയസ് 3/2 എന്ന് മാർക്ക് ചെയ്യാം, കാരണം റേഡിയസ് നമുക്ക് അറിയാമല്ലോ, അതുകൊണ്ട് 3/2 എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് പാരബോള വരയ്ക്കുക. പാരബോളയുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4y ആണ്. അപ്പോൾ ഒബ്വിയസ്ലി പാരബോള എന്ത് ഷേപ്പ് ആയിരിക്കും, ഈ ഷേപ്പ് ആയിരിക്കും. ഇതാണ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4y എന്ന് പറഞ്ഞ പാരബോള. അപ്പോൾ പാരബോളയും വരച്ചു, സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്, സോൾവ് ചെയ്യുക. അപ്പം എങ്ങനെ സോൾവ് ചെയ്യും, ആദ്യം സർക്കിൾ വരച്ചു. ഒബ്വിയസ്ലി സർക്കിളിൻ്റെ ഷെയ്ഡ്, സർക്കിൾ എന്ന് പറയുന്നുണ്ട് സർക്കിളിന് ടോട്ടലി മൊത്തമാണ് ഷെയ്ഡഡ് പോർഷൻ, പിന്നെ പാരബോളയുണ്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡഡ് പോർഷൻ. ഒബ്വിയസ്ലി ഇതായിരിക്കും നിങ്ങളുടെ എന്ത്, ഷെയ്ഡഡ് പോർഷൻ അല്ലേ. ഈ സെൻറ്റർ പോയിന്റ് നിങ്ങൾക്ക് അറിയാം എന്താണത്, 0 ആണെന്ന് അറിയാം. അപ്പോൾ രണ്ടും കൂടെ ജോയിൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്. രണ്ടും ജോയിൻ ചെയ്യുന്ന പോർഷൻ, അതായത് സർക്കിളും പാരബോളയും ജോയിൻ ചെയ്യുന്ന പോർഷൻ ഈ പോർഷൻ. ആ പോർഷൻ നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ചെയ്യണം. രണ്ട് ഇക്വേഷൻസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ജോയിനിങ് പോർഷൻ കിട്ടും. അപ്പോൾ രണ്ടിൻ്റെ ലിമിറ്റ് സെയിം അല്ലേ. ഈ ഏത് ആദ്യം എടുക്കണം, ഏത് രണ്ടാമത് എടുക്കണം എന്നുള്ള കേസ്. ഇപ്പോൾ സർക്കിളും തന്നിട്ടുണ്ട്, പാരബോളയും തന്നിട്ടുണ്ട്. സോ സർക്കിളിൻ്റെ ഷെയ്ഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്, ഇത്രയാണ് സർക്കിളിൻ്റെ ഷെയ്ഡ് പോർഷൻ. അതിൽ നിന്ന് നമ്മുടെ പാരബോളയുടെ ഷെയ്ഡ് പോർഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്തെടുക്കുക, മൈനസ് ചെയ്തെടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും, സർക്കിൾ മൈനസ് പാരബോള എന്നുള്ളൊരു ഇക്വേഷനാണ് നമുക്ക് ഫോം ചെയ്യാനുള്ളത്. സർക്കിളിൽ നിന്ന് പാരബോളയുടെ പോർഷൻ മാത്രം മൈനസ് ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ എന്ത്, റിക്വയർഡ് ഏരിയ. അതായത് റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റഗ്രൽ ഓഫ് സർക്കിൾ മൈനസ് ഇന്റഗ്രൽ ഓഫ് പാരബോള തന്നല്ലോ. സർക്കിളിൽ നിന്ന് പാരബോള മൈനസ് ചെയ്തെടുക്കുന്ന പോർഷൻ. ഇനി ലിമിറ്റിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ 0 ഇവിടുത്തെ ലിമിറ്റ് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. രണ്ടിനും കൂടെ ഒറ്റ ലിമിറ്റ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. കാരണം സർക്കിളും പാരബോളയും രണ്ടും ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് അടുത്ത പോയിന്റിലോട്ട് പോകുന്നത്. ഇവിടെയും രണ്ട് സൈഡുണ്ട്, ഇവിടുത്തെ ഒരു സൈഡും ഉണ്ട്, ഇവിടുത്തെ വേറൊരു സൈഡും ഉണ്ട്. എല്ലാ ക്വസ്റ്റിനും ചെയ്യുന്നവർക്ക് നമ്മൾ ഒരു സൈഡേ ചെയ്യുന്നുള്ളൂ, ഈ സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിക്വയർഡ് ഏരിയയിലൂടെ × 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡും കിട്ടും. ഇപ്പം ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിന്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുക. ഒരു ലിമിറ്റ് നമുക്കറിയാം 0 ആണ്, കാരണം ഇനിഷ്യൽ പോയിന്റ് ആണ് 0 ആണ്. മറ്റേ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിച്ചോ, സർക്കിളിന്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ എഴുതി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, 9/4 എന്നുള്ള ഇക്വേഷൻ എഴുതി. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4y എന്നുള്ള ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ എടുത്ത് ഇതിലോട്ട് കൊടുത്തിട്ട് നമുക്ക് ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 4y പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, 9/4 എന്ന് കിട്ടും. ഈ 4നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16y പ്ലസ് 4y സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. എല്ലാത്തിനും ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യാം. അതായത് 4y സ്ക്വയർ പ്ലസ് 16y മൈനസ് 9 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് അറേഞ്ച് ചെയ്തത്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പാർട്ടായിട്ട് എഴുതാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം ഒന്ന് നോക്കിയേ. 4y സ്ക്വയർ മൈനസ് 2y പ്ലസ് 18y മൈനസ് 9 ഈസ് ഈക്വൽ ടു 0.
ഇടയ്ക്കുള്ള രണ്ട് നമ്പേഴ്സ് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടണം? 16 കിട്ടണം. -2 + 18 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പോസിറ്റീവ് 16 കിട്ടത്തില്ലേ? ആ രണ്ട് നമ്പർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, അതായത് -2 × 18 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ ആയിരിക്കണം ഈ 4 × ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് 4 × -9 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -36 കിട്ടും. -2 × 18 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -36 കിട്ടും. അങ്ങനത്തെ രണ്ട് നമ്പേഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യാറുള്ളത്. നമ്പേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ, എളുപ്പമാണ്, നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അതങ്ങനെ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റ്സ് കണ്ടുപിടിക്കുക. പേര് കോമൺ ആയിട്ട് എന്തിനെ പുറത്തെടുക്കാം? 2y പുറത്തെടുക്കാം അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 2y - 1 എന്ന് കിട്ടും. പ്ലസ് 9 പുറത്ത് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2y - 1 എന്ന് തന്നെ അവിടെയും കിട്ടും. = 0. അപ്പോൾ നമ്പേഴ്സ് എന്താണ്? 2y + 9 അതേപോലെ 2y - 1. ഓക്കെ, സോ 2y + 9 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y എന്തെന്ന് കിട്ടും? -9/2 എന്ന് കിട്ടും. നെഗറ്റീവ് ആണ്, നമ്മൾ പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രന്റാണ് എടുക്കുന്നത്. സോ നമ്പേഴ്സ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് ഈ വൈയുടെ വാല്യൂ കൺസിഡർ ചെയ്യേണ്ട, അടുത്ത വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. 2y - 1 = 0, y എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്, ഇത് കൺസിഡർ ചെയ്യാം. സോ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി. y 1/2. ഇത് മാത്രം എടുത്താൽ മതി, കാരണം മറ്റേത് നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട. കാരണം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കിട്ടുന്നത് ആ വാല്യൂ. നമുക്ക് പോസിറ്റീവ് സൈഡിലെ വാല്യൂസ് മാത്രം മതി. സോ y 1/2 കൺസിഡർ ചെയ്തിട്ട് ആ ഇക്വേഷൻ ഇപ്പോൾ ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്താൽ കറസ്പോണ്ടിങ്ങിൽ എക്സിന്റെ വാല്യൂസ് കിട്ടും. നമുക്ക് x² എന്താണ് 4y എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കൊടുക്കാം. x² 4 × 1/2 കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2. x² 2. അപ്പോൾ x എന്താണ്? √2 ± √2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞു. രണ്ട് വാല്യൂവും കിട്ടും. അതായത് √2 1/2 എന്ന് പറഞ്ഞൊരു വാല്യൂവും കിട്ടി, അതേപോലെ -√2 1/2 രണ്ട് വാല്യൂസ് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് തന്നെ ചൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ പോയിന്റ്. √2 1/2 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ പോയിന്റ്. ശ്രദ്ധിച്ചോളാം, √2 1/2 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ പോയിന്റ്. അതായത് ഈ പോയിന്റ് √2 1/2. ഓക്കെ, അപ്പോൾ എക്സിന്റെ ലിമിറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ? ഇത് xy, ഇതും എന്താണ്? xy. അപ്പോൾ എക്സ് ഏത് തൊട്ട് ഏത് വരെയാണ് വേരി ചെയ്യുന്നത്? എക്സിന്റെ വേരിയേഷൻ 0 to √2. അപ്പം നമ്മൾ നേരത്തെ ഞാനിവിടെ എഴുതിയ ഇക്വേഷനിൽ 0 to √2 ആണ് എക്സിന്റെ വേരിയേഷൻ. 0 to √2 ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് രണ്ടിന്റെയും y വാല്യൂസ് കൊണ്ടൊന്ന് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ x² + y² എന്താണ്? 9/4 ആണ്. അപ്പോൾ അതിൽ നിന്ന് y² നമുക്ക് എന്ത് എഴുതാം? 9/4 - x² എന്നെഴുതി കൂടെ. അപ്പോൾ y നമുക്ക് എന്ത് എഴുതാം? √9/4 - x². ഒരു y ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത y, കാരണം y ആണല്ലോ നമുക്ക് കൊടുക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ y x² 4y ആണ്. അപ്പോൾ y എന്താണ്? x²/4. അങ്ങനെ രണ്ട് ഇക്വേഷനും നമുക്ക് കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ എന്താ നേരത്തെ പറഞ്ഞ y dx - y dx. ഓക്കെ, ദ ഹോൾ ആൻസർ ഇൻറ്റു 2 ഉണ്ട്, കാരണം രണ്ട് ഷെയ്ഡ് പോർഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ എന്ത്? റിക്വയർഡ് ഏരിയ. റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 × y dx - y dx. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഏരിയ. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ഫസ്റ്റ് y dx എന്തിൻ്റെയാണ്? സർക്കിളിൻ്റെയാണ്, മറന്നു പോകരുത്. ഇത് സർക്കിളിൻ്റെയാണ്. മറ്റേത് എന്താണ്? പാരബോളയുടെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × y, ഫസ്റ്റ് സർക്കിളിൻ്റെ y നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. √9/4 - x² dx മൈനസ് പാരബോളയുടെ y x²/4 dx. ഓക്കെ, ലിമിറ്റ് ഇടുക. എന്താണ്? രണ്ടിൻ്റെ സെയിം ലിമിറ്റ് ആണ് അല്ലേ? 0 to √2, 0 to √2 രണ്ടിൻ്റെ സെയിം ലിമിറ്റ് തന്നെയാണ്. ഇട്ടതിന് ശേഷം നമുക്കിനി എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. വളരെ പതുക്കെ സോൾവ് ചെയ്യാം, കാരണം ഇച്ചിരി വലിയ ഇക്വേഷൻ ആണ് അല്ലേ? 2 × 2 കോമൺ ആണ്, 2 പുറത്തിട്ടേക്കുക. എന്താണ്? ഫോർമുലയാണ് അല്ലേ? √a² - x². എന്താണ് ഫോർമുല? x/2 √a² - x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a. ഇതാണ് ഫോർമുല. ആ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇന്റഗ്രൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കിനി ഇന്റഗ്രൽ സൈൻ ഇട്ടല്ലേ, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. x/2 എന്ത് തന്നെയാണ്? x/2 തന്നെയാണ്. എക്സിന്റെ വാല്യൂ x തന്നെയാണ്. ഇൻറ്റു √x² - a². അതെന്താണ്? ഇപ്പം നമ്മൾ എഴുതിയ 9/4 - x² പ്ലസ് a²/2. a² എന്ന് പറഞ്ഞാൽ എന്താണ്? 9/4/2. ഇതാണ് a². a²/2 സൈൻ ഇൻവേഴ്സ് x/a. എന്താണ്? a എന്താണ്? a² ആണ് 9/4. അപ്പോൾ a എന്തായിരിക്കും? 3/2. അപ്പോൾ 3/2.
ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് തുടക്കം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മൈനസ് ഇനി അടുത്ത ഇൻ്റഗ്രൽ അതും കൂടെ ചെയ്യുക. ഇതിപ്പോൾ കഴിഞ്ഞു. ഇൻ്റഗ്രൽ സൈനൊക്കെ മറ്റേ വാല്യൂ ഇടുക 0 to √2. അടുത്ത ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ എന്താണ് x² ഇൻ്റഗ്രൽ എന്താണ് x³ 3. താഴെ എന്തുണ്ട് 4 ഉണ്ട്. അപ്പോൾ 3 × 4 ചെയ്യുമ്പോൾ 12 കിട്ടും. അപ്പോൾ അതായത് x³ 12. ശ്രദ്ധിക്കുക 0 to √2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. മുകളിൽ എഴുതിയിരിക്കുന്ന എല്ലാം മറ്റേ ഇതിൻ്റെയാണ് ആക്കിയാണ് ഞാൻ ജസ്റ്റ് കൺഫ്യൂഷനോ എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ? x² ഇൻ്റഗ്രലാണ് എന്ത് x³/3. ഡിനോമിനേറ്ററിൽ 4 കൂടെ ഉള്ളതുകൊണ്ട് 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x³ 12 കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. 0 to √2 ആയിട്ടുള്ള ലിമിറ്റ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇമ്പോർട്ടൻ്റ് ആണ്, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പാണ്, സൂക്ഷിച്ച് ചെയ്യുക. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? √2 ആണ് അപ്പർ ലിമിറ്റ്. എക്സിനല്ല √2 കൊടുക്കുക. അതായത് √2/2 ഇൻറ്റു റൂട്ട് ഓഫ് എന്ത് കിട്ടും? 9/4 മൈനസ് √2ൻ്റെ സ്ക്വയർ എന്താണ്? 2 പ്ലസ് 9 ഇവിടെ ഈ 2 എടുത്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്ത് കിട്ടും? 9/8. കാരണം 4/2 2 ഡിനോമിനേറ്ററിലോട്ട് പോകും. അപ്പോൾ 9/8 എന്ന് കിട്ടും. 9/8 സൈൻ ഇൻവേഴ്സ് ഈ 2 എങ്ങോട്ട് പോകൂടാ? ഈ 2 നേരെ മേളിലോട്ട് പോകും അല്ലേ? കാരണം ഇവിടെ 9/4/2 വന്നുകൊണ്ടാണ് 2 ഡിനോമിനേറ്ററിൽ വന്ന്. ഇവിടെ x/3/2 ആണ്. x/3/2 ആണ്. അപ്പോൾ 2 നേരെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ആണ്. 3/2 എന്നുള്ളത് 2/3 എന്നുള്ള രീതിയിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ എന്ത് കിട്ടും? 3/2 അല്ലേ? സോറി 3/2 അല്ലല്ലോ, 2/3. 3/2 റെസിപ്രോക്കൽ എടുത്താണ് മൾട്ടിപ്ലൈ ഉള്ളത്. ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ 3/2 എന്നുള്ളത് എന്ത് കിട്ടും? 2/3 എന്നാവും. എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? അതിന് നമുക്ക് √2 കൊടുക്കണം അല്ലേ? √2 ആണ് എക്സിന്റെ വാല്യൂ. ഞാൻ ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. അപ്പർ ലിമിറ്റ് കൊടുത്തു. ഇനി നമുക്ക് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അനാലിസിസ് നടത്തി നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ എന്താവും? 0 ആവത്തില്ലേ? കാരണം ഈ എക്സിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ ഈ ടേം മൊത്തത്തിൽ എന്തായി പോകും? 0 ആയി പോകും ലോവർ ലിമിറ്റിൽ. സെക്കൻഡിൽ ഇവിടെ സൈൻ ഇൻവേഴ്സ് 0 അല്ലേ? 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് 0 തന്നെയാണ്. അപ്പം ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി എല്ലാം 0 ആയിപ്പോൾ. ഇനി അടുത്തത് മൈനസ്, അവിടെ കിടക്കുന്ന മൈനസ് തന്നെയാണ്, അത് അതേപോലെ കൊടുത്തിട്ട് അടുത്തതിൽ അപ്ലൈ ചെയ്യാം. x³ √2 കൊടുത്തു കഴിഞ്ഞാൽ 2√2 അല്ലെ? √2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2√2 ബൈ എന്താണ്? 12. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എക്സിന് 0 കൊടുത്താൽ ടേം മൊത്തത്തിൽ 0 ആയിപ്പോൾ. സോ ഇങ്ങനെയാണ് കിട്ടുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ അറേഞ്ച് ചെയ്തെഴുതാം. 2 ഇൻറ്റു നമുക്ക് എന്തെഴുതാം? √2/2 ഇൻറ്റു 9/4 മൈനസ് 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? 9/4 മൈനസ് 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 - 8/4 ചെയ്യുമ്പോൾ 1/4 കിട്ടും. അത് റൂട്ട് ഓഫ് 1/4 ആണ്. റൂട്ടിന്റെ പുറത്തിറങ്ങുമ്പോൾ എന്ത് കിട്ടാം? 1/2 എന്നാവും. അപ്പോൾ ഇൻറ്റു 1/2 പ്ലസ് 9/8 സൈൻ ഇൻവേഴ്സ് 2√2/3 മൈനസ് ഇവിടെ 12ഉം 2ഉം കട്ട് ചെയ്ത് എന്ത് കിട്ടൂടാ? 6 √2/6 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ടേം. ഇനി ഈ പുറത്ത് കിടക്കുന്ന 2 ഇല്ലേ? ആ 2 എല്ലാത്തിനും അവകാശികളല്ലേ? ഈ ടേമിനുണ്ട്, ഈ ടേമിനുണ്ട്, ഈ ടേമിനുണ്ട്. ആ 2നെ നമുക്ക് ഈക്വൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2 ഇൻറ്റു √2/4, കാരണം ആ 2ഉം 2ഉം കൂടെ ചേർത്ത് 4 ആക്കിയെന്നേ ഉള്ളൂ, പ്ലസ് 2 ഇൻറ്റു 9/8 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 2√2/3 മൈനസ് 2 ഇൻറ്റു എന്താണ്? √2/6. സോ ഇത് നമുക്ക് കട്ട് ചെയ്ത് വിടണം. ഈ 4ഉം 2ഉം കട്ട് ചെയ്താൽ 2 ആവും. ഈ 8ഉം 2ഉം കൂടെ കട്ട് ചെയ്താൽ 4 ആവും. അതേപോലെ 6ഉം 2ഉം കൂടെ കട്ട് ചെയ്താൽ 3 ആവും. അപ്പോൾ എന്താവും? ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിടാം. √2/2 പ്ലസ് 9/4 സൈൻ ഇൻവേഴ്സ് 2√2/3 മൈനസ് √2/3 അല്ലേ? ഇനി ഈ ഫസ്റ്റിൽ കിടക്കുന്ന √2/3യും √2/2ഉം കൂടെ ഒന്ന് സോൾവ് ചെയ്തുകൂടെ ഇടാം. √2/2 മൈനസ് √2/3 LC ഇടാം. LC എടുക്കുമ്പോൾ എന്തിട്ട്? 6 കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 3√2 മൈനസ് 2√2 എന്ന് കിട്ടും. എന്താണത്? √2/6 അല്ലേ? 3√2 മൈനസ് 2√2 എന്താണ്? 1√2, അതായത് √2/6. അപ്പോൾ നമുക്കൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കൂടെ √2/6 പ്ലസ് 9/4 സൈൻ ഇൻവേഴ്സ് 2√2/3. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇതാണ് റിക്വയർഡ് ഏരിയ.
ക്ലിയർ ആവുന്നുണ്ടോ? വളരെ ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് വളരെ സാവകാശം മനസ്സിലാക്കി ചെയ്യുക, നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.